ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന ആദർശ് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിയുടെ മറ്റൊരു ബ്രാഞ്ച് ദുബായിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണല്ലോ. അതിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മുത്തശ്ശൻ വേണം ദുബായിലെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ. അത് പറ്റില്ലല്ലോ ആദർശേ, എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ദുബായിലേക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴത്തെയും പോലെ നിൻ്റെ അമ്മ തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അത് വേണം മുത്തശ്ശ, ഈ വീട്ടിലെ മറ്റാരെങ്കിലും ഉദ്ഘാടനം ചെയ്താൽ പോരെ? ഇപ്പോൾ തന്നെ മൂർത്തിസ് ജ്വല്ലറിയുടെ മറ്റ് ബ്രാഞ്ചൊക്കെ ഞാൻ തന്നെയല്ലേ ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് ദുബായിലെ ബ്രാഞ്ച് മറ്റാരെങ്കിലും ഉദ്ഘാടനം ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി. നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ദേവയാനി. ആരെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന് നീ തന്നെ തീരുമാനിക്കണം എന്നൊക്കെ മുത്തശ്ശൻ ദേവയാനിയോട് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. വല്യമ്മയ്ക്ക് ദുബായിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ പോയിക്കോളാം. ഒരു ജ്വല്ലറിയെങ്കിലും ഉദ്ഘാടനം ചെയ്യണമെന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്നൊക്കെ അനാമിക ദേവയാനിയോട് പറയുന്നുണ്ട്. ആ ഒരു ആഗ്രഹം വല്യമ്മ സാധിച്ചു തന്നേ പറ്റൂ. പിന്നെ ദുബായിലേക്കൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അവിടെ എനിക്ക് പരിചയക്കാരുമുണ്ട്. അച്ഛൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പല തവണ ഞാൻ ദുബായിലേക്ക് പോയിട്ടുണ്ട്. അല്ലാതെ വല്യമ്മയുടെ മരുമകളെ പോലെ കിണറ്റിൽ കിടക്കുന്ന തവളയൊന്നുമല്ല ഞാൻ. അവളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് കരുതിയാൽ അവൾക്ക് പുറം ലോകവുമായിട്ട് യാതൊരു പരിചയമില്ലല്ലോ. വീട്ടിൽ നിന്ന് വിട്ടാൽ ഓഫീസ്, ഓഫീസിൽ നിന്ന് വിട്ടാൽ വീട്, അതുമാത്രമല്ലേ അവളുടെ ലോകം. പിന്നെ ഈ അടുത്ത് അവരെ ആദർശേട്ടൻ ഹണിമൂൺ ട്രിപ്പിന് കൊണ്ടുപോയി എന്നത് നേരാ. അതും അധിക ദൂരത്തേക്കൊന്നുമല്ലല്ലോ പോയത്. അതുകൊണ്ട് വല്യമ്മയുടെ മരുമകൾക്ക് ദുബായ് ട്രിപ്പ് പോകാൻ ഒട്ടും താല്പര്യമുണ്ടാവില്ല എന്നൊക്കെ അനാമിക പറയുമ്പോൾ, അനാമിക പറയുന്നത് കേട്ടുകൊണ്ട് നയന അങ്ങോട്ട് വരുന്നുണ്ട്. അനാമിക, നീ പറഞ്ഞതൊക്കെ നേരാ. ആദർശേട്ടൻ്റെ കൂടെ ഞാനൊരു ട്രിപ്പ് പോയി എന്നല്ലാതെ ദൂരെ എങ്ങോട്ടും പോയിട്ടില്ല. പക്ഷേ എനിക്ക് നിന്നേക്കാളേറെ ബുദ്ധിയും വിവരവും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുമാത്രമല്ല, എനിക്ക് നിന്നെപ്പോലെ ദുബായിൽ പോയി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യണമെന്ന ആഗ്രഹമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നയന അവിടെ നിന്ന് പോകുന്നുണ്ട്. നയന പോയതിന് ശേഷം അനാമിക ദേവയാനിയോട് പറയുന്നുണ്ട്, ദുബായിലേക്ക് പോകാൻ ഇവൾക്കൊന്നും പാസ്പോർട്ട് പോലും ഉണ്ടാകില്ല വല്യമ്മേ. ഇപ്പോൾ എന്തുകൊണ്ടും ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യത എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തോളാം എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ഇപ്പോൾ തന്നെ പാസ്പോർട്ടെല്ലാം റെഡിയാക്കാൻ പറയാം. ആദർശേട്ടൻ്റെ കൂടെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഞാനാണെന്ന് അറിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് വലിയ സന്തോഷമാകും വല്യമ്മേ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. ആ സമയം ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിന്റെ ആഗ്രഹമൊന്നും സാധിക്കാൻ പോകുന്നില്ല അനാമികയെ. എന്ത് വേണമെന്ന് എനിക്കറിയാം. എൻ്റെ കൈകൊണ്ട് മൂർത്തി ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്താൽ അത് പൂട്ടിപ്പോകാൻ അധിക കാലതാമസമൊന്നും ഉണ്ടാകില്ല. ഈ അനന്തപുരി തറവാട്ടിൽ നീ കാല് വെച്ചത് മുതലാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങിയത്. മൂർത്തി ജ്വല്ലറി പൂട്ടിപ്പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ലടി. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ മഹാലക്ഷ്മിയായ എൻ്റെ നയനമോളോട് തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. മൂർത്തി ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനറായ എൻ്റെ നയനമോൾ തന്നെയാണ് എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യതയുള്ളത്. എൻ്റെ നയനമോൾ ഉദ്ഘാടനം ചെയ്യുന്നത് നീ ഇവിടെ ഇരുന്ന് ടി വിയിൽ കണ്ടാൽ മതി. അത്രയ്ക്കുള്ള യോഗ്യത മാത്രമേ നിനക്കുള്ളൂ എന്നൊക്കെ മനസ്സ് ദേഷ്യത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട് ദേവയാനി. വല്യമ്മ എന്താണ് ഈ ചിന്തിക്കുന്നത്? എനിക്കറിയാം വല്യമ്മേ. ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് വല്യമ്മയ്ക്കും ഈ വീട്ടിലുള്ളവർക്കും എല്ലാം ആഗ്രഹമെന്ന കാര്യം. വരട്ടെ അനാമികെ, നീ ഈ കാര്യം നിൻ്റെ അച്ഛനോടും അമ്മയോടും ഒന്നും പറയാൻ നിൽക്കേണ്ട. കാരണം നയനമോളെയാണ് ഞാൻ ദുബായിലേക്ക് പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നത്. ആദർശൻ്റെ കൂടെ അവൻ്റെ അനിയൻ്റെ ഭാര്യയായ നീ പോകുന്നത് ശരിയല്ലല്ലോ. നയനമോൾ തന്നെ പോകട്ടെ. മാത്രമല്ല നയനമോളാണ് മൂർത്തിസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനർ. അതുകൊണ്ട് നയനമോൾ തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ എന്നൊക്കെ മുഖത്തടിച്ചതുപോലെ ദേവയാനി അനാമികയോട് പറയുന്നുണ്ട്. വല്യമ്മേ, എൻ്റെ വല്യമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? വല്യമ്മ എന്തടിസ്ഥാനത്തിലാണ് അവളെ കൊണ്ടുപോകുന്നത്? വല്ല പെട്ടിക്കടയുടെ ഉദ്ഘാടനമൊന്നുമല്ലല്ലോ. വല്യമ്മയ്ക്ക് എന്താ തീരെ വിവരമില്ലാതായോ? ജ്വല്ലറിക്ക് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ എന്നെപ്പോലെ സ്റ്റാൻഡേർഡ് ഉള്ളവർ വേണ്ടേ? എനിക്ക് വിവരമുണ്ടോ ഇല്ലയോ എന്ന കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഞാൻ കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ കാര്യമൊക്കെ നിനക്കറിയില്ലേ? കമ്പനി ഇത്രയും മെച്ചപ്പെടാൻ കാരണം നയനമോളാണ്. അതുകൊണ്ട് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ട് യോഗ്യത നയനമോൾക്ക് മാത്രമാണ്. അല്ലാതെ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നീ ഉദ്ഘാടനം ചെയ്താൽ അത് മൂർത്തിസ് ജ്വല്ലറിയുടെ സ്റ്റാറ്റസിനെയാണ് ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നയനമോൾ തന്നെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യണം. അതെൻ്റെ തീരുമാനമാണ്. അതിനൊരു മാറ്റവുമില്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ദേവയാനി പറയുന്നത് കേട്ട് സഹിക്കാൻ കഴിയാതെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അനാമിക. അപ്പോഴേക്കും നയനയും അങ്ങോട്ട് വരുന്നുണ്ട്. നയനമോളെ, നീ എത്രയും പെട്ടെന്ന് പാസ്പോർട്ടെല്ലാം റെഡിയാക്കണം. ആദർശിനോട് എത്രയും പെട്ടെന്ന് അതെല്ലാം റെഡിയാക്കാൻ പറയണം എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. ദേവയാനി പറയുന്നത് കേട്ട് എനിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടും കേട്ട് ആകെ മനസ്സ് തകർന്ന അനാമിക ജാനകിയോട് പോയി കാര്യങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്.
അമ്മ ഇതൊന്നും കാണുന്നില്ലേ? എനിക്ക് ഈ വീട്ടിൽ യാതൊരു അധികാരവുമില്ല. സ്വർണവും പണവും അധികാരവുമല്ല ആ നയനയ്ക്കല്ലേ ഇവിടെയുള്ളവർ കൊടുക്കുന്നത്. ഇപ്പോൾ അവളെ കൊണ്ട് വലിയൊരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് ദുബായിലെ ജ്വല്ലറി. ഇതൊക്കെ കാണാനും കേൾക്കാനുമല്ലേ എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അനാമിക. മോളിങ്ങനെ കരയാതിരിക്കെ. മോളിങ്ങനെ കരഞ്ഞാൽ അതിൻ്റെ ദോഷം ഈ വീട്ടിലുള്ളവർക്കാണ്. എൻ്റെ മോളെ ഇങ്ങനെ കരയിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എൻ്റെ മരുമകളെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ ജാനകി പറയുമ്പോൾ അനാമികയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അനാമിക ഉടനെ തന്നെ രേവതിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ല മോളെ, ഒരു യോഗ്യതയുമില്ലാത്ത ആ നയനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ ദേവിയടുത്തേക്ക് തലയ്ക്ക് ബുദ്ധിയില്ലേ? ഇതൊന്നും ഈ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. ഞാൻ അവിടെ ഇല്ലാത്ത കുറവ് ആ വീട്ടിൽ നല്ലോണം കാണുന്നുണ്ട്. മോളെ വിഷമിക്കേണ്ട, നാളെ തന്നെ ഞാൻ അങ്ങോട്ട് വരാം. ദേവേച്ചിയോട് ആ നയനെക്കുറിച്ച് 2 വർത്താനം പറഞ്ഞിട്ടേ ഞാൻ ഇങ്ങോട്ട് വരൂ. അങ്ങനെ കാര്യമെല്ലാം പറഞ്ഞ നവ്യ നയനയോട് പറയുന്നുണ്ട്. എനിക്ക് നിൻ്റെ കൂടെ വരാൻ നല്ല ആഗ്രഹമുണ്ട് നയനെ. പക്ഷേ എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. എന്നാലും സാരമില്ല, നീ ആദർശേട്ടൻ്റെ കൂടെ ദുബായിലേക്ക് പോവുകയല്ലേ. അത് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് മതി എനിക്ക്. ഈ ചേച്ചി അത് ഓർത്ത് സന്തോഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. ചേച്ചി വിഷമിക്കേണ്ട, ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം കഴിഞ്ഞ് അഭി ചേച്ചിയെ കൊണ്ടുപോകാത്ത പല സ്ഥലങ്ങളിലേക്ക് ഞാൻ ആദർശേട്ടനും ചേച്ചിയെ കൊണ്ടുപോയിക്കോളാം. ഇപ്പോൾ ചേച്ചി മറ്റൊരു കാര്യം ആലോചിക്കേണ്ട, കുഞ്ഞിൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. കുഞ്ഞ് വരുന്നതോടുകൂടി അഭിയും മാറും, അതെനിക്ക് ഉറപ്പുണ്ട് ചേച്ചി. നിന്റെ നാവ് പൊന്നാവട്ടെ നയനെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാണ് എന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ രേവതി അനാമികയെ കാണാൻ വേണ്ടി അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. മോളെ, ദേവേച്ചി എവിടെ? ഈ കേട്ടതൊക്കെ സത്യമാണോ എന്ന് എനിക്ക് അവരോട് ചോദിക്കണം. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട്. ഈ കേട്ടതൊക്കെ സത്യമാണോ ദേവേച്ചി? രേവതി എന്താണ് കേട്ടത്? ആദ്യം അത് പറയൂ. അല്ലാതെ രേവതിയുടെ മനസ്സിലുള്ള കാര്യം എനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്നും അറിയാത്തതുപോലെ ദേവിയാനി ചോദിക്കുന്നുണ്ട്. എൻ്റെ മോൾ ഒരുപാട് കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞു. ദേവേച്ചി ഇപ്പോൾ എൻ്റെ മോളോട് ചെയ്യുന്നത് വലിയൊരു ക്രൂരതയാണ്. നയനിയല്ലേ ദുബായിലെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അവൾക്ക് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ എന്ത് യോഗ്യതയാണ് എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ, എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. രേവതി വിഷമിക്കേണ്ട, ഇതെല്ലാം കണ്ടും കേട്ടും കുറേ നാളുകളായി ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. നയന ദുബായിലേക്ക് പോവുകയാണെന്നറിഞ്ഞത് മുതൽ എൻ്റെ മോൾ എന്ത് വിഷമത്തിലാണെന്നറിയുമോ? എല്ലാ സന്തോഷവും നയനയ്ക്ക് മാത്രം മതിയോ? ഇതിങ്ങനെ തുടർന്നാൽ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ അനാമിക മോളുടെ കാര്യത്തിലും എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്നൊക്കെ പറയുകയാണ് ജാനകി. എൻ്റെ മക്കളെ കൊണ്ട് വേണം ദുബായിലെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ, അതായത് അനിയെ അനാമികയും കൊണ്ട്. ഇനി അതിന് പറ്റില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഉദ്ഘാടനം ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി. ജാനകി എന്ത് കാര്യം പറയുകയാണെങ്കിലും അച്ഛനോട് സംസാരിക്കുമ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ ആകാം. ഈ വീട്ടിലുള്ളവർക്ക് അച്ഛനെ ബഹുമാനിച്ച് മാത്രമാണ് ശീലം, അത് ജാനകിയായിട്ട് തെറ്റിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. വല്യമ്മേ, അനിയുടെ അമ്മ എനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ എല്ലാം കൊണ്ട് യോഗ്യതയുള്ള എൻ്റെ അവസരങ്ങളാണ് ഇവളെ തട്ടിയെടുക്കുന്നത്. എത്രയെന്ന് വെച്ചാൽ ഞാനിതൊക്കെ കണ്ട് സഹിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഇന്നെങ്കിലും കാണണം, എന്നാൽ മാത്രമേ എനിക്ക് സമാധാനമാകൂ എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. നയന എന്ന് പറയുന്നവളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കരുത്. ഒരു യോഗ്യതയുമില്ലാത്ത ഇവൾ ഉദ്ഘാടനം ചെയ്താൽ കമ്പനി തകർന്നു പോവുകയുള്ളൂ. ഇനി ദേവേച്ചിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പഴയതുപോലെ തന്നെ ദേവേച്ചി തന്നെ ഉദ്ഘാടനം ചെയ്തോളൂ. പക്ഷേ ഇവളെ കൊണ്ട് ഒരിക്കലും ഉദ്ഘാടനം ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. രേവതി, ഇനി നീ ഒരു അക്ഷരം മിണ്ടി പോകരുത്. നയന മോളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്കല്ല, ഈ വീട്ടിൽ ആർക്കും യോഗ്യതയില്ല. അതുകൊണ്ട് തന്നെ തീരുമാനിച്ചതുപോലെ തന്നെ നയന മോൾ തന്നെ ഉദ്ഘാടനം ചെയ്യും. അതൊരിക്കലും ഇനി മാറ്റാൻ പോകുന്നില്ല എന്നൊക്കെ മുത്തശ്ശൻ ഉറച്ച സ്വരത്തിൽ പറയുന്നുണ്ട്. അതേസമയം ആദർശ് ഒരു കാർഡുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശ ഈ കാർഡ് ഒന്ന് നോക്കിക്കേ. നയനയുടെ പേര് ഇതിൽ അച്ചടിച്ചിട്ടുണ്ട്. നയന തന്നെയാണ് ദുബായിലെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് നോക്ക് മുത്തശ്ശ, എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ പറഞ്ഞ് ആദർശ് ആ കാർഡ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കാർഡ് വളരെ മനോഹരമായിട്ടുണ്ടല്ലോ മോനെ. നയന മോളുടെ പേര് നന്നായിട്ട് അച്ചടിച്ച് വന്നിട്ടുണ്ട് എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നത് പോലെ ഈ കാർഡ് അത്ര ഭംഗിയൊന്നുമില്ല. ഈ കാർഡിൽ ഇവരുടെ പേരിന് പകരം എന്തുകൊണ്ട് യോഗ്യത എനിക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി ആ കാർഡ് കീറിക്കളയുകയാണ് അനാമിക. അനാമിക, നീ എന്താണ് ഈ ചെയ്തത്? ആദർശ് തീരുമാനിച്ചതാണ് ഈ കാർഡ് നയനമോളുടെ പേര് ചേർക്കാൻ. എനിക്ക് പഴയതുപോലെ നിന്നെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ മോൻ്റെയും മരുമകളുടെയും സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. അനിയുടെ അമ്മ എന്താണ് ഒന്നും മിണ്ടാത്തത്? ദേവേശി പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളെ വേണമെങ്കിൽ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം.
അല്ലെങ്കിൽ അനിയുടെ ഭാര്യയായിട്ട് വീണ്ടും തട്ടിക്കളിക്കാൻ എൻ്റെ മോളെ ഞാൻ ഒരിക്കലും വിട്ടുതരില്ല. ദേവേച്ചി അവരുടെ മരുമകൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ദേവേച്ചിയെ പോലെ തന്നെ നിങ്ങളും ഈ വീട്ടിലെ മരുമകളല്ലേ? അനാമിക മോളെ പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീട്ടിൽ യാതൊരു അധികാരവും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി. രേവതി പറഞ്ഞത് കേട്ട് ആകെ വല്ലാതായി നിൽക്കുകയാണ് ജാനകി. അച്ഛനാണ് ഇതിനെല്ലാം കാരണം. അച്ഛൻ കാരണമാണ് രേവതിയുടെ വായിൽ നിന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി. അച്ഛൻ എപ്പോഴും ഏടത്തിയെയും അവരുടെ മകനെയും മാത്രം പരിഗണിച്ചിട്ടുള്ളൂ. ഇപ്പോഴിതാ അതിന് പിന്നാലെ ഏടത്തിയുടെ മരുമകളെ മഹാറാണിയായി കൊണ്ടു നടക്കുന്നു. എന്നെ എൻ്റെ മക്കളെയും അച്ഛൻ ഒഴിവാക്കി എന്ന് വേണം പറയാൻ. കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭം പോലും ഏടത്തിയുടെ കുടുംബത്തിന് മാത്രമാണ് അച്ഛൻ കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ മരുമകൾക്ക് കിട്ടേണ്ടതാണ് ഏടത്തിയുടെ മരുമകൾക്ക് കിട്ടുന്നത്. അച്ഛൻ്റെ ഈ ദുഷിച്ച മനസ്സ് മാറ്റാതെ എൻ്റെ കുടുംബത്തിന് യാതൊരു വിലയും ഉണ്ടാകില്ല. ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം അച്ഛൻ്റെ ദുഷിച്ച മനസ്സ് കൊണ്ട് മാത്രമാണ്. മക്കളെയും മരുമക്കളെയും ഒരുപോലെ കാണാൻ അച്ഛൻ പഠിച്ചേ പറ്റൂ. ഒന്നുമില്ലെങ്കിലും ഇത്ര പ്രായമായില്ലേ അച്ഛ? അന്ന് അച്ഛന് വയ്യാതെ ആയില്ലേ? അന്ന് തന്നെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ മരുമകൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി. ജാനകി ഇങ്ങനെ ഒരു ബോധവുമില്ലാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ദേവ്യാനി ദേഷ്യം സഹിക്കാതെ ഓടി വന്ന് ജാനകിയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. എനിക്ക് തീരെ ബോധമില്ല ജാനകി, നീ എന്തൊക്കെ ധിക്കാരമാണ് അച്ഛനോട് സംസാരിക്കുന്നത്? ഇന്നലെ വന്ന നിന്റെ മരുമകൾക്ക് വേണ്ടി നീ അച്ഛനെ തള്ളി പറയുകയാണോ ജാനകി? ഇത്ര ദുഷിച്ചു പോയോ നിന്റെ മനസ്സ്? ഇത്രയും കാലം ഈ കുടുംബത്തിലുള്ളവർക്ക് യാതൊരു കുറവുമില്ലാതെയാണ് അച്ഛൻ കുടുംബം പുലർത്തിയത്. ഇന്ന് അച്ഛൻ കമ്പനിയുടെ ഒരു വിഹിതം എനിക്ക് തരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അതിനെ ചെയ്യുന്നത് പോലെ വിവാഹം കഴിഞ്ഞത് മുതൽ ഞാനും കമ്പനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നീ ഈ വീട്ടിൽ ആരെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ കേട്ടോണ്ട് നിൽക്കും. പക്ഷെ ഇത്രയും കാലം നമ്മളെ നോക്കിയ അച്ഛനെ നീ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. മാത്രമല്ല അച്ഛൻ ഇപ്പോൾ തീരെ സുഖമില്ലാത്തൊരവസ്ഥയിലാണ്. ഇനിയും ഇത് ആവർത്തിച്ചാൽ ഞാൻ ഒരിക്കലും കേട്ടുകൊണ്ട് നിൽക്കില്ല. നീ ഈ വീട്ടിലെ മരുമകളാണെന്ന കാര്യം ഞാനങ്ങ് മറക്കും. അതൊന്നും നീ ഓർക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ദേവ്യാനി അകത്തേക്ക് പോകുന്നുണ്ട്. ജാനകി പറഞ്ഞത് ശരിയാണ്. അന്ന് തലകറക്കമുണ്ടായപ്പോഴേ ഞാനങ്ങ് പോവേണ്ടതായിരുന്നു. അല്ലെങ്കിൽ മരുമക്കളുടെ വായിൽ നിന്ന് ഇങ്ങനെയൊന്നും കേൾക്കേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി മുത്തശ്ശിയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ജാനകിക്ക് വല്ലാത്ത വിഷമവും കുറ്റബോധവും തോന്നുന്നുണ്ട്. അങ്ങനെ ജാനകി വിഷമിച്ച് നിൽക്കുമ്പോൾ ജലജ ജാനകിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, എന്നാലും ജാനകി, ഞാൻ എത്രയോ തവണ അച്ഛനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അച്ഛനെ ഞാൻ ഇത്രയും സങ്കടപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല. ഇതിത്തിരി കടന്നുപോയി ജാനകി എന്നൊക്കെ പറഞ്ഞ് ജലജി അവിടെ നിന്ന് പോകുന്നുണ്ട്. അനിയുടെ അമ്മ സങ്കടപ്പെടേണ്ട, പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇങ്ങനെ തന്നെയാണ് ഇവിടെയുള്ളവരോട് സംസാരിക്കേണ്ടത് എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. പാവം എൻ്റെ അമ്മ, ഞാൻ കാരണം അമ്മയ്ക്ക് വല്യമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയില്ലേ? അമ്മ വിഷമിക്കാതിരിക്കെ എല്ലാവർക്കും അവൾ കൈവശം കൊടുത്ത് മയക്കിയിരിക്കുകയാണ് എന്നൊക്കെ അനാമികയും പറയുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ആദർശ് നയനയും കൂട്ടി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ജ്വല്ലറി ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം ആദർശ് ദേവ്യാനിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനന്തപുരിയിൽ എല്ലാവർക്കും ദേവ്യാനി ആ ഫോട്ടോസും വീഡിയോസും കാണിച്ചു കൊടുക്കുമ്പോൾ അനാമികയാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുകയാണ്. എനിക്കിതൊന്നും കാണണ്ട വല്യമ്മേ എന്നോട് വലിയ ചതിയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോകുന്നുണ്ട് അനാമിക. തുടർന്ന് അനാമികയുടെ അടുത്തേക്ക് രേവതി വന്ന് പറയുന്നുണ്ട്, മോളുടെ കഷ്ടകാലമല്ല ഇന്നത്തോടു കൂടി തീരാൻ പോവുകയാണ് മോളെ. അതിനുള്ള പൊടിക്കൈയുമായിട്ടാണ് ഈ അമ്മ വന്നത് എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ഇതാണ് വശീകരണ പൊടി. ആ നയന എന്ന് പറയുന്നവൾ ആദർശിനെ എന്തോ കലക്കി കൊടുത്തിട്ടാണ് അവൻ്റെ മനസ്സ് മാറിയത്. അതുപോലെ തന്നെ എൻ്റെ മോളും ഈ വീട്ടിൽ സ്ഥാനം ഉറപ്പിക്കണം. എനിക്ക് ഈ പൊടി കലക്കി കൊടുക്കണം. അങ്ങനെ അനാമികയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് രേവതി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് രാത്രി പാല് കാച്ചാനായി കിച്ചണിലേക്ക് വരികയാണ് അനാമിക. അങ്ങനെ പാല് കാച്ചിയതിന് ശേഷം ആ പൊടിയും അതിലേക്ക് കലർത്തുന്നുണ്ട് അനാമിക. എന്നാൽ വെള്ളമെടുക്ക കിച്ചണിലേക്ക് വന്ന ദേവ്യാനി അതെല്ലാം കാണുന്നുണ്ട്. അനാമിക, നീ എന്താണ് ഈ ചെയ്യുന്നത്? ഇതാണോ നിന്റെ സ്ഥിരം ജോലി? അന്ന് എനിക്ക് പാലിൽ എന്തോ കലർത്തി തന്നതും നീ തന്നെ ആയിരിക്കുമല്ലേ? എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ നീ? വീണ്ടും ഇതിലെന്തോ കലർത്തി നീ ആരെയാണ് കൊല്ലാൻ നോക്കുന്നത്? നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയെ പൊതിരെ തല്ലുന്നുണ്ട് ദേവ്യാനി. അങ്ങനെ അനാമിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വല്യമ്മേ, ഞാൻ ഈ പാലിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് വല്യമ്മയോ ഈ വീട്ടിലുള്ളവരെ കൊല്ലാനൊന്നുമല്ല, ഇതെൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്. നീ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലടി. നീ ഇതിലെന്തെങ്കിലും കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് വിഷം തന്നെയാണ്. ഒരിക്കൽ പാല് കുടിച്ച് എൻ്റെ കരളാണ് പോയത്. എന്നാൽ ഇപ്പോൾ നയനമോളുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇന്ന് ഈ പാല് കുടിച്ച് ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കണം, അതല്ലേ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ദേവ്യാനി ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. എന്തായാലും നിന്റെ ആഗ്രഹം ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേവ്യാനി ആ പാലെടുത്ത് പുറത്തേക്ക് ഒഴിക്കുന്നുണ്ട്.
വല്യമ്മ എന്താണ് ഈ ചെയ്യുന്നത്? ഞാനിത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതെൻ്റെ ജീവിത പ്രശ്നമാണ് എന്നൊക്കെ അനാമിക പറയുമ്പോൾ, പാലിൽ എന്തെങ്കിലും കലർത്തുന്നതാണോ നിൻ്റെ ജീവിതം? ഞാൻ കാണിച്ചു തരാം. ഈ കാര്യം അച്ഛനോട് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ദേവിയനെ അവിടെ നിന്ന് പോകാൻ നോക്കുന്നുണ്ട്. അങ്ങനെ രേവതി അനാമികയ്ക്ക് വിളിക്കുന്നുണ്ട്. എന്തായി മോളെ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ നടന്നില്ലേ? എനിക്ക് നീ ആ പാല് കൊടുത്തോ? എൻ്റെ മോൾക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കും. അതോടുകൂടി ആ നയനയേക്കാൾ സ്ഥാനം എൻ്റെ മോൾക്കായിരിക്കും. എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ നടക്കും എന്നൊക്കെ രേവതി പറയുമ്പോൾ, നടക്കൂ അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അനി ആ പാല് കുടിക്കേണ്ടേ? എനിക്ക് ആ പാല് കൊടുക്കാൻ വല്യമ്മ സമ്മതിച്ചില്ല അമ്മേ. വല്യമ്മ പാല് കൊണ്ടുപോയി കളഞ്ഞു. ഞാൻ അനിയെ കൊല്ലാൻ നോക്കി എന്നാണ് വല്യമ്മ പറയുന്നത്. എനിക്ക് മടുത്ത അമ്മേ. ഇനി ഈ വീട്ടിൽ എനിക്കൊരു അധികാരമുണ്ടാകുമെന്നൊന്നും തോന്നുന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയൊന്നും നടക്കാൻ പോകുന്നില്ല അമ്മേ. വേറെ എന്തെങ്കിലും പ്ലാൻ നോക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ കൂടി അവിടെ നിൽക്കുകയാണ് അനാമിക. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് പത്തരമാറ്റിന് വരാൻ പോകുന്നത്.